ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ നമ്മുടെ കിച്ചൺ ടീമിലെ അംഗങ്ങൾ പിരിഞ്ഞു പോയിരിക്കുകയാണ്, രാജിവെച്ച് പോയിരിക്കുകയാണ്. ഇനി കള്ളൻ എന്നുള്ള ചീത്തപ്പേരും കൂടി കേട്ട് ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് കിച്ചൺ ടീമിന്റെ തലവനായ നമ്മുടെ സായി പറഞ്ഞിരിക്കുകയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. സാബു 20 പോയിന്റ് തിരിച്ചു വേണമെന്ന് ഋഷിയുടെ അടുത്ത് പറയുന്നു. ഋഷി അത് അവരെ കൺവിൻസ് ചെയ്ത് വാങ്ങിത്തരണമെന്നും പറയുന്നു. ടീമിനോട് പറയുന്നു, കിച്ചൺ ടീമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇത് സാബു വെച്ച 1.5 ആപ്പ്. ഋഷി നല്ലപോലെ കെഞ്ചിയിട്ടും അവർ കൊടുക്കുന്നില്ല. അവർക്ക് അർഹതപ്പെട്ടതാണെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. സാബുവിനെ ഇക്കാര്യം അറിയിച്ചപ്പോൾ അത് മോഷണം പോയതായിട്ട് ഞാനങ്ങ് കൂട്ടിക്കോളാം, ഇനിയും ഇദ്ദേഹത്തെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ, അതായത് HR-നെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വയ്യ, ഞാനതങ്ങ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മോഷണം പോയതുപോലെ അങ്ങ് വിചാരിച്ചോളാം എന്ന് പറയുന്നു. അപ്പോൾ ഋഷിക്ക് അത് ഫീലായി. എന്ന് വെച്ചാൽ ഒരു ഗസ്റ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഗസ്റ്റ് എത്തിയില്ലേ. അപ്പോൾ ഋഷി പോയി പവർ ടീമിൻ്റെ അടുത്ത് പറയുന്നു, വളരെ മോശം, അവരെ കൊണ്ട് എന്തെങ്കിലും അത് ചെയ്യിപ്പിച്ചേ പറ്റൂ. അങ്ങനെ പവർ ടീം ചെന്ന് പറയുന്നു, നിങ്ങൾ ആ പൈസ തിരിച്ചുകൊട്, ഇല്ലെങ്കിൽ നിങ്ങളിൽ 2 പേരെ ഞങ്ങൾ പുറത്താക്കുമെന്ന്. പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഇവർ തീരുമാനിക്കുന്നു, കിച്ചൺ ടീം. ഇനി 2 പേരായിട്ട് പുറത്തു പോകാനുള്ള താല്പര്യം അവർക്കില്ല. അതുകൊണ്ട് 4 പേരും രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ്. വേറെ ആരുമല്ല, സായി, ശരണ്യ, നന്ദന, അപ്സര. ഞങ്ങൾ ഇനി ഈ അടുക്കള പണിയില്ല, ഞങ്ങൾ രാജിവെക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ കള്ളനെന്ന് വിളിച്ചു, ഇനി ഞങ്ങൾക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജിക്കത്തെഴുതി മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് കോർപ്പറേറ്റ് കമ്പനിയുടെ കടുത്ത തീരുമാനങ്ങൾക്കെതിരായി പ്രതിഷേധിച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.